ബിഗ് ബോസ് വീട്ടിലെ കിച്ചൺ ടീമിൽ ജിസേൽ ഫുഡ് ഉണ്ടാക്കാൻ വന്നു. അതായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ മെയിൻ പ്രശ്നം. ഇതിനെ ചൊല്ലി അനുമോളും ശരത്തും അക്ബറും വലിയ രീതിയിലുള്ള ഫൈറ്റുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിരുന്നത്. ശരത്ത് അനുമോളെ തല്ലാൻ വരെ വന്നു. ബിൻസി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയത് ശരത്തിൻ്റെ കൂടെ ചേർന്നതുകൊണ്ടാണ്. അത്രയും നല്ല ഒരു കണ്ടസ്റ്റൻ്റായ പുറത്തു പോയത് ശരത്ത് കാരണമാണെന്ന് അനുമോൾ പറഞ്ഞു. അതിനെ ചൊല്ലി അക്ബർ വലിയ രീതിയിലുള്ളൊരു ഫൈറ്റാണ് നമ്മുടെ അനുമോളുടെ നേരെ നടത്തിയത്. എടി പോടി വാടി എന്ന് തുടങ്ങി വിളിക്കുകയും അതെല്ലാം നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതിയെന്ന് അനുമോൾ പറയുകയും ചെയ്തു. അങ്ങനെ ആദിലയും അതേപോലെ തന്നെ ശൈത്യയും വന്ന് അനുമോളോട് സംസാരിക്കുകയും അനുമോളെ കോംപ്രമൈസ് ആക്കുകയും ചെയ്തു. ആര്യൻ വന്ന് നല്ല രീതിയിലുള്ള ഒരു ക്യാപ്റ്റൻ റോൾ എടുക്കുകയും ചെയ്തു. ഞാൻ നിന്നെ ടീം എന്താണെങ്കിലും മാറ്റില്ല, നീ കിച്ചൺ ടീമിൽ തന്നെ വരണം, ഇതൊരു ബിഗ് ബോസ് വീടാണ്, നമ്മളിവിടെ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. അവൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, ഇനി നിങ്ങൾക്ക് ആരെങ്കിലും സഹായത്തിന് വിളിക്കണമെങ്കിൽ ചെയ്യാം, അങ്ങനെയല്ലേ എല്ലാം ഈസി പണിയായി ചെയ്യുക. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല, ഗെയിം കളിക്കാനും കൂടിയാണെന്നാണ് ആര്യം പറഞ്ഞത്. അങ്ങനെ പറയുന്നു ശൈത്യ. ആ സമയത്ത് ശരത്ത് അവിടുന്ന് ഡ്രസ്സൊക്കെ മാറി വരുന്നുണ്ട്. അനുമോള് പോയിട്ട് എന്നോട് ക്ഷമിക്കണം, ബിൻസി പുറത്ത് പോയ കാര്യം ഞാൻ പറഞ്ഞത് അറിയാതെയാണ്, കാല് പിടിച്ച് മാപ്പ് പറയാമെന്ന് പറഞ്ഞ് കുനിയുന്നു. നീ എൻ്റെ ഒരു പെങ്ങളുകുട്ടീനെ പോലെ, കുഴപ്പമില്ല, നമ്മളുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള പ്രശ്നം നമ്മളുടെ രണ്ടുപേരുടെയും ഇടയിൽ തന്നെ തീരണമെന്ന് അനുമോള് പറയുന്നുണ്ട്. മൂന്നാമതൊരാൾ ഇതിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല എന്നും അനുമോള് തുറന്നു പറയുന്നുണ്ട്. ശരി പോട്ടടാ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. നീ എൻ്റെ സഹോദരിനെ പോലെയാണ്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, നിനക്കും 100 ദിവസം നിൽക്കണം, എനിക്കും 100 ദിവസം നിൽക്കണം, എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ശരത്ത് അനുമോളോട് പറയുകയാണ്.